من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتقوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനികളെ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ മഹത്തായ ഒരു ഇബാദത്താണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഇബാദത്തുകൾ പലവിധമാണ്. നിസ്കാരം ശരീരം കൊണ്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ആരാധനയാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം ആരാധന എന്നാണ്. നിസ്കാരത്തിൽ പ്രവേശിക്കാൻ പല നിബന്ധനകളും ഉണ്ട്. വുളു വേണം, ശുദ്ധി പൂർണ്ണമായും ഉണ്ടാകണം, അതുപോലെ നിർദ്ദേശിക്കപ്പെട്ടതുപോലെ ശരീരം മറച്ചിരിക്കണം, അതുപോലെ ഖിബ്ലയിലേക്ക് തിരിയണം. നിസ്കാരത്തിൽ കടന്നാൽ പിന്നെ സംസാരങ്ങളൊന്നും പാടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് നിസ്കാരം എന്ന ഇബാദത്ത് സാധുവാകുന്നത്. എന്നാൽ നോമ്പ് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് വേറെ ഒരു ഇബാദത്താണ്, ആരാധനയാണ്. രാവിലെ സുബഹി മുതൽ മഗ്രിബ് വരെ നിസ്കാരം പോലെ അത്ര അച്ചടക്കമൊന്നും വേണമെന്നില്ല. നടക്കാം, പോകാം, ഇരിക്കാം, ഓടാം. അതേപോലെ ഖിബ്ലക്ക് തിരിയണം എന്നില്ല. അങ്ങനെ തുടങ്ങി വുളു വേണം എന്നില്ല. അത് വേറെ ഒരു ഇബാദത്താണ്. ഇത് സുബഹി മുതൽ മഗ്രിബ് വരെ നിർവഹിക്കുന്ന ഒരു ഇബാദത്ത്, ആരാധനയാണ് നോമ്പ്. ഹജ്ജ് മറ്റൊരു ആരാധനയാണ്. അത് വേറെ ഒരു ശൈലിയാണ്. നാട്ടിൽ വെച്ച് ചെയ്യാൻ കഴിയില്ല. മക്കാ നിവാസികൾക്ക് പോലും അറഫയിലോളം പോകണം. അതിൽ പല പരിപാടിയാണ്. അതിലൊന്ന് 2-3 സ്ഥലങ്ങളിൽ ചെറിയ കടല പോലെയുള്ള കല്ലുകൊണ്ട് എറിയലാണ്. അതുപോലെ
ഒരു പ്രത്യേക ദിവസം ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ചേരലാണ്, പ്രത്യേക സ്ഥലത്ത് എത്തിച്ചേരലാണ്. അതാണ് അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത്. അതുപോലെ കഅബ എന്ന് പറയുന്ന മഹത്തായ ഭവനത്തെ നിസ്കരിക്കുന്നവൻ അങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിച്ചാൽ മതി. അതേ സമയത്ത് ഹജ്ജ് എന്നവൻ തവാഫ് ചെയ്യുമ്പോ കഅബയിലേക്ക് നെഞ്ഞു തിരിയാനേ പാടില്ല. നെഞ്ഞു തിരിച്ചാൽ തവാഫ് ബാത്തിലായി പോകും, അത് അസാധുവാകും. അത് കഅബ എപ്പോഴും തവാഫിൽ ഇടത്ത് ഭാഗത്തായിരിക്കണം. അതേസമയം നിസ്കരിക്കുമ്പോ നെഞ്ഞ് കഅബയിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. ഓരോ ആരാധനകൾക്ക് ഓരോ രീതിയാണ്. മറ്റൊരു ആരാധനയാണ് ഇസ്ലാമിന്റെ 5 കാര്യങ്ങളിൽ ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാം, സക്കാത്ത്. അതിന്റെ രീതിയും ശൈലിയുമൊക്കെ ഒന്ന് വേറെയാണ്. ഇതിലെല്ലാം ഇതെങ്ങനെയാണ് ആരാധനയാകുന്നത്? ആരാധനക്ക് അർഹൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. അത് പ്രഖ്യാപിക്കുന്നവൻ മറ്റൊരു കാര്യം അംഗീകരിച്ച് പ്രഖ്യാപിക്കണം. അള്ളാഹു ഏറ്റവും ബഹുമാനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യൻ അല്ല, അള്ളാഹു നിയോഗിച്ചയച്ച റസൂലാണ് എന്ന് വിശ്വസിച്ച് അംഗീകരിക്കണം. ഇതുണ്ടെങ്കിലേ നിസ്കാരം മുതൽ അങ്ങോട്ടുള്ള ഏത് കർമ്മവും ശരിയാവുള്ളൂ. അത് അംഗീകരിക്കാത്തവന് ഒന്നും ശരിയാവില്ല. ഇനിയോ ആ ഇബാദത്തുകൾ, ഇസ്ലാം കാര്യങ്ങളിലെ ഈ 5 കാര്യങ്ങളിൽ ഒന്നായ സക്കാത്ത്, അത് പടച്ചവൻ പറഞ്ഞതുപോലെ, പടച്ചവൻ പറഞ്ഞവർക്ക്, പടച്ചവൻ പറഞ്ഞതിൽ നിന്ന് ലോകസത്താവായ പടച്ചവൻ നിർദ്ദേശിച്ചതുപോലെ അത് നിർവഹിക്കുമ്പോൾ മാത്രമേ അത് ആരാധനയാകുന്നുള്ളൂ. അല്ലെങ്കിൽ അത് നിഷ്ഫലമാണ്. അവിടെ നമ്മുടെ എളിയ ബുദ്ധി കൊണ്ട് ആലോചിച്ച് അതൊക്കെ ശരിപ്പെടുത്തി കളയാം എന്ന് വിചാരിച്ചാൽ സുഹൃത്തുക്കളെ, അവിടെ ആ ആരാധന തന്നെ ഉണ്ടാവില്ല. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറയാം. വെള്ളി ഒരു 595 ഗ്രാം ഉണ്ടാകുമ്പോൾ അതിന് സക്കാത്ത് കൊടുക്കണം. അത് കൊല്ലം സൂക്ഷിച്ചാൽ അതിന് സക്കാത്ത് കൊടുക്കണം. അതിനൊരു 64,000 ഉറുപ്പികയോളമാണ് വില വെള്ളി. എന്നാൽ സ്വർണമോ? സ്വർണം 85 ഗ്രാം സൂക്ഷിച്ചാൽ മാത്രമേ സക്കാത്ത് കൊടുക്കണം. അതിനെത്ര വില? അതിന് ഏകദേശം 7 ലക്ഷം ഉറുപ്പികയോളം വരും. ഇത് രണ്ടും ധനമല്ലേ? വെള്ളി സൂക്ഷിച്ചവൻ ഒരു 65,000 ഉറുപ്പികയുടെ അടുത്ത് വിലയുള്ള സാധനം സൂക്ഷിച്ചാൽ സക്കാത്ത് കൊടുക്കണം. അതേസമയം സ്വർണം സൂക്ഷിച്ചവൻ ഒരു 7 ലക്ഷത്തോളം ഒരു കൊല്ലം സൂക്ഷിച്ചാലേ, അത്ര വിലക്കുള്ളത് സൂക്ഷിച്ചാലേ കൊടുക്കണ്ടു. ഇതെങ്ങനെ നമ്മളെ യുക്തി കൊണ്ട് അളക്കുക? നമ്മുടെ യുക്തി കൊണ്ട് ആരാധനകളെ അളക്കാൻ കഴിയില്ല. അപ്പോഴേ അത് ആരാധനയാവും. പടച്ചവൻ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുമ്പോഴാണ് ആരാധനയാകുന്നത്. രാവിലെ സുബഹി നിസ്കാരം ക്ഷീണമൊന്നുമില്ലാത്ത സമയമാണ്, അത് 4 റക്അത്ത് നിസ്കരിച്ചാൽ ആരാധനയാവില്ല. ഉച്ചക്ക് നല്ല ജോലിയിലെടുത്ത് ക്ഷീണിച്ച സമയമാണ്, അപ്പൊ 4 റക്അത്ത് ദുഹർ നിസ്കരിക്കണം. അത് 2 നിസ്കരിച്ചാൽ ശരിയാവില്ല. ആരാധനയാകുന്നതിന് അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞ പോലെ ചെയ്യാം. അതിനാണ് ഈ ആരാധന എന്ന് പറയും. എന്താണോ ലോകസത്താവായ പടച്ചവൻ പറഞ്ഞതുപോലെ ചെയ്യാം. അപ്പോ നമ്മൾ അവിടെയൊക്കെ നമ്മുടെ യുക്തി കൊണ്ടുപോയി വെച്ചിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കാന്ന് വിചാരിച്ചാൽ, ഉദാഹരണത്തിന് നിസ്കാരത്തിൽ റുക്കൂ 1, സുജൂദ് 2, എളുപ്പമുള്ള സംഗതിയല്ലേ ഒന്നാക്കിയത്. അതെന്നാ പിന്നെ 2 ആക്കിയിട്ട് ആ വിഷമമുള്ളത് 1 ആയിക്കൂടായിനോ? അങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ആരാധനയാവൂല. അപ്പൊ പിന്നെ നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ യുക്തിയെയാണ്, പഠിച്ചവനെ അല്ല.
യുക്തിയെ ആരാധിക്കുന്നവൻ മുസ്ലിമല്ല. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവാ, അങ്ങനെ യുക്തിയെയും തടീച്ചയെയും ആരാധിക്കുന്നവനല്ല മുസ്ലിം. അവൻ വിശ്വസിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന്, അല്ലാതെ യുക്തിയല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്നല്ല മുസ്ലിമിന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് അടിസ്ഥാനപരമായ ചില അറിവുകൾ സർവ മുസ്ലിമീങ്ങൾക്കും ആവശ്യമുണ്ട്. അതില്ലാതിരിക്കുമ്പോൾ വഴിതെറ്റിപ്പോകും. അതിൽപ്പെട്ടതാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം. ഇനി ഒരു ഉദാഹരണം കൂടി പറയാം. സക്കാത്തിൽ തന്നെ 40 ആടുകളുള്ളവൻ ഒരാട്ടിനെ സക്കാത്ത് കൊടുക്കണം. എന്നാൽ 120 ആടുള്ളവനും ഒറ്റ ആട് കൊടുത്താൽ മതി. 121 ഉണ്ടാവുമ്പോ 2 എണ്ണം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന അങ്ങനെയാണ്. പിന്നെ നമ്മൾക്ക് എങ്ങനെ 40-1 120-3 കൊടുക്കണമെന്നല്ലേ നമ്മളെ യുക്തി പറയാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അങ്ങനെയല്ല. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കണം. അള്ളാഹ് പറഞ്ഞേച്ച ആളാണ് എന്ന് വിശ്വസിക്കണം. അവർ റസൂലുള്ളാഹി പറഞ്ഞ പോലെ കാര്യം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും വേണം. അപ്പോഴേ മുസ്ലിം ആവുള്ളൂ. ഇതുപോലെ ധാരാളം ഉണ്ട്. ഇനി 200 ആടുണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 2 എണ്ണം കൊടുത്താൽ. നമ്മളെ കണക്കിന് 40-1 200-ന് 5 എണ്ണം കൊടുക്കണ്ടേ? ഇല്ല, അങ്ങനെയില്ല. ഇസ്ലാമിൽ അങ്ങനെയില്ല. അപ്പം ഇനി അങ്ങോട്ട് കൂടുതൽ ആടുകൾ ഉണ്ടെങ്കിലോ ഓരോ 100-നും ഓരോ ആട് കൊടുത്താൽ മതി. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളെ യുക്തി കൊണ്ട് മതത്തെ അളക്കാൻ കഴിയില്ല. മതം എന്ന് പറയുന്നത് അത് പടച്ചവൻ ഉണ്ട് എന്നത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചവൻ പറഞ്ഞേച്ച ആളാണ് എന്നതും ധാരാളം ബുദ്ധിപരമായും പ്രമാണികമായും തെളിയിക്കാൻ കഴിയും. അള്ളയും റസൂലും ഒരാൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ അള്ളാഹും റസൂലും എന്തു പറയുന്നു അതുപോലെ നടക്കുന്നതിനാണ് മുസ്ലിം എന്ന് പറയുന്നത്. അതിലപ്പുറം അവിടെ യുക്തിക്ക് സ്ഥാനം ഇല്ല. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചവരെ. വിശ്വസിക്കാത്തവരോട് പറച്ചിലില്ല. വിശ്വസിച്ചവരെ, അത്തീഉല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം. വഅതീഉർ റസൂൽ, അള്ളാഹു പറഞ്ഞേച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കണം. വലാ തുബ്തിലൂ അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ നിഷ്ഫലമാക്കരുത്. സൂറത്ത് മുഹമ്മദ് 33-ാമത്തെ ആയത്താണ്. അപ്പൊ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് പ്രവർത്തിക്കണം. അതിനപ്പുറം നമ്മളെ യുക്തി കൊണ്ട് അതൊക്കെ മാറ്റിമറിക്കാമെന്ന് തോന്നിയാൽ അത് ഇസ്ലാമല്ല. ഇത് മുസ്ലിമീങ്ങൾ ആദ്യമായി പഠിച്ചു വെക്കേണ്ട ഒരു ആശയമാണ്. ഇനി മറ്റൊരു കാര്യം, പരിശുദ്ധ ഖുർആൻ സക്കാത്തിനെ സംബന്ധിച്ച് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു സൂറത്താണ് സൂറത്തു തൗബ. അതിൽ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു സ്ഥലത്ത് ഇങ്ങനെ കാണാം, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽഫിദ്ദത വലാ യുൻഫിഖൂനഹ, വെള്ളിയും സ്വർണവും സൂക്ഷിച്ച് അതിനെ ഫീ സബീലില്ലാഹ്, അല്ലാഹു പറഞ്ഞ മാർഗത്തിൽ അത് ചെലവഴിക്കാതെ വെച്ചാൽ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വളരെ വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ടെന്ന് അവരോട് വാക്കർത്ഥം സന്തോഷം പറയണോന്നാ. സന്തോഷമല്ലല്ലോ അത്. പക്ഷേ അല്ലാഹു തആല അവർ അത്രയും വലിയ നന്ദികേട് ചെയ്തത് കൊണ്ട് പറഞ്ഞൊരു വാക്കാ. നമ്മളുണ്ടല്ലോ, എനിക്ക് നല്ല കോള് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ്, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, ജഹന്നമാകുന്ന നരകത്തിൽ അവർക്ക് ചൂട് വെക്കപ്പെടുന്ന ഒരു ദിവസം. ഫത്ഖുവാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വദുഹൂറുഹും, അവരുടെ ധനം വെള്ളിയും പൊന്നുമൊക്കെ കൊണ്ടുവന്ന് അവരുടെ നെറ്റിയിലും 2 ഭാഗത്തും പുറത്തൊക്കെ ഇങ്ങനെ നല്ല ചൂടാക്കി വെക്കുന്ന സമയം. അവരോട് പറയും, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതല്ലേ കൊടുക്കാതെ,
അതാണിപ്പോ ഈ അനുഭവിക്കുന്നത്. ഫദൂഖൂ മാ കുന്തും തക്നിസൂൻ, നിങ്ങൾ ചെലവഴിക്കാതെ വെച്ചതിന്റെ ഈ ശരിയായ ഫലം അത് നിങ്ങൾ രുചി നോക്കിക്കോളൂ, അനുഭവിച്ചോളൂ എന്ന് നരകത്തിൽ വെച്ച് പറയപ്പെടും. ഇത് വളരെ ഗൗരവമുള്ള ഒരു താക്കീതാണ് സക്കാത്ത് കൊടുക്കാത്തവർക്ക്. സക്കാത്ത് വളരെ പ്രധാനപ്പെട്ട, ഇസ്ലാമിന്റെ കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സക്കാത്ത് കൊടുക്കുക എന്നത്. അത് നിർവഹിക്കാത്തവർക്ക് കഠിനമായ ശിക്ഷയാണ് അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്നത്, താക്കീത് ചെയ്യുന്നത്. എന്നാൽ ഈ പറഞ്ഞതിന്റെ നേരെ തൊട്ട് മുമ്പിൽ അതേ ആയത്തിൽ കുറച്ച് വാചകങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയകുലൂന അംവാലൻ നാസി ബിൽ ബാതിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അത് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല സക്കാത്ത് കൊടുക്കാത്തവരെ ശിക്ഷ പറയുന്നത്. എന്താണ് അവിടെ പറഞ്ഞ പരാമർശം? ഓ മുഅ്മിനീങ്ങളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി, പല മൗലവിമാരും പല പണ്ഡിതന്മാരും, അങ്ങനെ അർത്ഥം വെക്കാം, മൗലവി എന്നർത്ഥം വെക്കാം, പുരോഹിതൻ എന്നർത്ഥം വെക്കാം, അതൊക്കെ എന്റെ അർത്ഥം തന്നെയാണ്. പല മൗലവിമാരും പല പണ്ഡിതന്മാരും പല പുരോഹിതന്മാരും ലയകുലൂന അംവാലൻ നാസി ബിൽ ബാതിൽ, ജനങ്ങളുടെ ധനം അനധികൃതമായി കൈവശപ്പെടുത്തുന്നവരാണ്, അനധികൃതമായി കൈവശപ്പെടുത്തുകയും അത് ഭക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുകയും മറ്റുള്ളവരെ തിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല പറയുന്നത് സക്കാത്ത് കൊടുക്കാത്തവർക്ക് വലിയ ശിക്ഷയുണ്ട്. ഈ ആയത്ത് കാണുമ്പോ ഇത് ഈ സക്കാത്ത് ബാത്തിലാക്കുന്ന കക്ഷികളെ നോക്കി പറഞ്ഞ മാതിരിയുണ്ട്. തുടക്കത്തിൽ അല്ലാഹു പറയുന്നത് ഈ പറഞ്ഞ ധനത്തെ ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാർ ജനങ്ങളുടെ മുതലുകൾ വസൂലാക്കുന്ന ചൂഷണത്തെ സംബന്ധിച്ചാണ്. അത് പറഞ്ഞിട്ടാണ് സക്കാത്ത് വേണ്ടതുപോലെ കൊടുത്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ശിക്ഷയുടെ അനുഭവം അല്ലാഹു തആല പറയുന്നത്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റഹിമഹുല്ലാഹ് പറയാൻ, അതെ, അന്നഹു തആല വസഫഹും ബിൽ ഹിർസി അലാ അഖ്ദി അംവാലിൻ നാസ് ബിൽ ബാതിൽ. ആ മൗലവിമാർക്ക്, ആ പണ്ഡിതന്മാർക്ക്, പുരോഹിതന്മാർക്ക് അവരുടെ ഒരു പ്രത്യേകത പടച്ചവൻ പറഞ്ഞു. അവർക്ക് ജനങ്ങളുടെ മുതൽ അത് അനധികൃതമായി വസൂലാക്കണം എന്നതാണ് അവരുടെ താല്പര്യം. അനധികൃതമായി ജനങ്ങളുടെ പണം വസൂലാക്കണം എന്നതാണ് അവരുടെ താല്പര്യം. ثم أردفه بوعيد كل من امتنع عن إخراج الحقوق الواجبة من ماله. പിന്നെ പടച്ചവൻ താക്കീത് ചെയ്യുന്നത് അവനവന്റെ സമ്പത്തിൽ നിർബന്ധമായ സക്കാത്ത് കൊടുക്കാതിരിക്കുന്നവരെ സംബന്ധിച്ചുള്ള താക്കീതാണ് അല്ലാഹു പറയുന്നത്. അപ്പൊ രണ്ട് കാര്യമാണ് ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. ഒന്ന്, ജനങ്ങളുടെ സ്വത്തുക്കൾ വസൂലാക്കുന്ന മൗലവിമാർ, പുരോഹിതന്മാർ, അവരെ സംബന്ധിച്ചാണ് അല്ലാഹു ആദ്യം ആക്ഷേപിച്ച് പറയുന്നത്. രണ്ടാമത്, കൊടുക്കേണ്ട സക്കാത്ത് വേണ്ടതുപോലെ കൊടുക്കാതെ പാരത്രീക ലോകത്ത് കുടുങ്ങിപ്പോകുന്ന കക്ഷികളെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇത് മാന്യ മുസ്ലിം സഹോദരന്മാർ ഗൗരവത്തോടെ ഖുർആനിന്റെ ഈ അധ്യാപനം മനസ്സിലാക്കണം. ഇനി പറയട്ടെ, സക്കാത്ത് എന്ന് പറയുന്നത് അത് ബാങ്കിന് 2 മിനിറ്റേ ഉള്ളൂ. അപ്പൊ പിന്നെ ഏതായാലും ഒതുവെടുത്ത് നിസ്കരിച്ചിട്ട് ബാക്കി ഇൻഷാ അല്ലാഹ് പറയാം.